Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമ്മളുടെ നെറ്റ് മാനേജ്മെന്റ് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ആ പോർഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ MCQsകളും വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. അതായത് ഒരു ഏരിയ നമ്മൾ പഠിക്കുന്നുണ്ട് എങ്കിൽ ആ പഠിച്ചത് ഉറപ്പ് വരുത്താനായിട്ട് അല്ലെങ്കിൽ ആ പഠിച്ചതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മാർക്ക് പോകില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കുന്നത് നമ്മൾ മാക്സിമം MCQsകൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ നിങ്ങളെ പരിചയപ്പെടുത്താനും ആ ഏരിയ പഠിച്ചതിന് ശേഷം ആ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് MCQsകൾ ഡിസ്കസ് ചെയ്യുവാനുമായിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണണം. അതായത് നമ്മൾ ആദ്യം ആ ഒരു പർട്ടിക്കുലർ ഏരിയ പറയും, അതിനുശേഷം ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളതും അല്ലെ വരാൻ സാധ്യതയുള്ളതുമായ കുറച്ചധികം ക്വസ്റ്റ്യനുകളും നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നീ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുകയും സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയെടുക്കുകയും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളും കൂടി എന്ത് ചെയ്യുക, അതിനൊന്ന് ആൻസർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് മോട്ടിവേഷനെ കുറിച്ചാണ്. തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ തിയറീസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. മോട്ടിവേഷൻ തിയറീസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. കണ്ടന്റ് തിയറീസും ഉണ്ട്, പ്രോസസ് തിയറീസും ഉണ്ട്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ കണ്ടന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ പ്രോസസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി പ്രോസസ് തിയറീസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, കണ്ടന്റ് തിയറി അല്ലെ കണ്ടന്റ് തിയറീസിന്റെ അകത്ത് വരുന്നതാണ് മാസ്ലോയുടെ നീഡ് ഹയറാർക്കിക്കൽ തിയറി, ഹേഴ്സ്ബർഗിന്റെ മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ തിയറി, മെക്കലൻഡിന്റെ നീഡ് തിയറി, അതുപോലെ ആൽഡർഫറിന്റെ ERG തിയറി. ഓർത്ത് വെച്ചോണം, കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോണം. ഇത്രയും തിയറീസ് ഏതിൽ വരുന്നതാണ്? കണ്ടന്റ് തിയറിക്കകത്ത് വരുന്നതാണ്. അപ്പൊ നമ്മളോട് ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കണ്ടന്റ് തിയറി, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ കണ്ടന്റ് തിയറി. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം, കണ്ടന്റ് തിയറിക്കകത്ത് ഏതൊക്കെയാണ് വരുന്നത്? മാസ്ലോയുടെ നീഡ് ഹയറാർക്കിക്കൽ തിയറി വരുന്നുണ്ട്, ഹേഴ്സ്ബർഗിന്റെ എന്താണ് മോട്ടിവേഷൻ ഓർ ഹൈജീൻ അല്ലെ 2 ഫാക്ടർ തിയറി എന്ന് പറയും, അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെക്കലൻഡിന്റെ ഏതാണ് നീഡ് തിയറി വരുന്നുണ്ട്, ആൽഡർഫറിന്റെ ERG തിയറി വരുന്നുണ്ട്. നേരെ പ്രോസസ് തിയറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? വൂംസ് എക്സ്പെക്ടൻസി തിയറി ഉണ്ട്, അതുപോലെ തന്നെ ആദംസ് ഇക്വിറ്റി തിയറി ഉണ്ട്, ഗോൾ സെറ്റിംഗ് തിയറി ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് തിയറീസ് ഉണ്ട്. അപ്പൊ ഇത്രയും തിയറീസ് ആണ് വരുന്നത്. ഇത്രയും തിയറികൾ നിങ്ങൾ മോട്ടിവേഷന്റെ അകത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനേജ്മെന്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മോട്ടിവേഷൻ തിയറീസ് ആയിട്ട് ഈ ഇത്രയും തിയറീസ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടിവേഷനിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സിംഗിൾ വീഡിയോയ്ക്കകത്ത് ഇത്രയും തിയറീസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അതിൽ ഒരു പർട്ടിക്കുലർ തിയറി നിങ്ങളെ പഠിപ്പിക്കുകയും ആ തിയറിയുമായി റിലേറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുകയും കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നമുക്ക് നോക്കാം, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന തിയറി കണ്ടന്റ് തിയറിയാണ്. കണ്ടന്റ് തിയറിക്കകത്ത് വരുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കണ്ടന്റ് തിയറീസ് എന്താണെന്ന് നോക്കാം. ദ കണ്ടന്റ് തിയറീസ് ആർ ഫൈൻഡ് ദ ആൻസർ to what the motive an individual and is concerned with the individual needs and wants. അതായത് ഇൻഡിവിജ്വലിന്റെ നീഡ്സും വാണ്ട്സിനെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു തിയറിയാണ്, അല്ലെ കൺസിഡർ ചെയ്യുന്ന തിയറീസ് ആണ് ഏതിൽ വരുന്നത്? കണ്ടന്റ് തിയറീസിൽ വരുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടന്റ് തിയറീസ് ഏതൊക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി, ഹേഴ്സ്ബർഗിന്റെ മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ തിയറി, മെക്കലൻഡിന്റെ നീഡ് തിയറി, അതുപോലെ തന്നെ ആൽഡർഫറിന്റെ ERG തിയറി. ഇതെല്ലാം ഏതിൻ്റെ അകത്ത് വരുന്നതാണ്? കണ്ടന്റ് തിയറിക്കകത്ത് വരുന്നതാണ്. ഇനി അടുത്താണ് പ്രോസസ് തിയറി. പ്രോസസ് തിയറി എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് തിയറീസ് ഡീൽസ് വിത്ത് ഹൗ ദ മോട്ടിവേഷൻ ഒക്വയർ, ദ പ്രോസസ് ഓഫ് മോട്ടിവേഷൻ, അതായത് എങ്ങനെയാണ് മോട്ടിവേഷൻ സംഭവിക്കുന്നത് എന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന തിയറീസ് ആണ് എന്ന് പറയുന്നത് പ്രോസസ് തിയറീസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നതാണ് വൂംസ് എക്സ്പെക്ടൻസി തിയറി, ആദംസ് ഇക്വിറ്റി തിയറി, റീഇൻഫോഴ്സ്മെന്റ് തിയറി, എന്താണ് കോട്ട് ആൻഡ് സ്റ്റിക്സ് അപ്രോച്ച് ടു മോട്ടിവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, നമ്മളുടെ ഏതിൽ പ്രോസസ് തിയറീസിനകത്ത് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഹേഴ്സ്ബർഗിന്റെ മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ തിയറി അഥവാ 2 ഫാക്ടർ തിയറിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള MCQsകളും നമ്മൾ എന്ത് ചെയ്യും, വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഈ ഒരു തിയറി ഹേഴ്സ്ബർഗിന്റെ മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്ന ഈ തിയറി ഡെവലപ്പ് ചെയ്ത ആരാണ്?
ഫെഡറിക് ഹേഴ്സ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് ആണ് ഏത് ഡെവലപ്പ് ചെയ്തത്, ഈ ഒരു 2 ഫാക്ടർ തിയറി ഡെവലപ്പ് ചെയ്തത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദ ഫാക്ടേഴ്സ് ദാറ്റ് ദ കോസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അതായത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, മോട്ടിവേഷൻ ഫാക്ടർ. ദ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ദ ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ, എന്തെല്ലാം കാര്യം കൊണ്ടാണ് ഒരു കാര്യത്തെ നമ്മൾ ഇഷ്ടമില്ലാതാകുന്നത്, ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഈ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഹൈജീൻ ഫാക്ടർ എന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഹേഴ്സ്ബർഗിന്റെ തിയറിക്കകത്ത് ഉദ്ദേശിക്കുന്നത്, അതായത് 2 ഫാക്ടർ തിയറിയിൽ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പൊക്കോണേ. ഇവിടെ ഇതിന്റെ ഒരു കീ ഇൻസൈറ്റ് എന്ന് പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ആർ ദ ഓപ്പോസിറ്റ്സ് ബട്ട് ഇൻഡിപെൻഡന്റ് ഡൈമെൻഷൻസ്. അതായത് നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക, സാറ്റിസ്ഫാക്ഷനും ഉണ്ട്, ജോബ് സാറ്റിസ്ഫാക്ഷനും ഉണ്ട്, ജോബ് ഡിസാറ്റിസ്ഫാക്ഷനും ഉണ്ട്. ഇത് രണ്ടും എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണെങ്കിലും ഇവയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡൈമെൻഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി എന്താ പറയുക, ദ ആബ്സെൻസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, അവിടെ എന്തുണ്ടാ, അതായത് ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത സാഹചര്യം, അതായത് ഡിസാറ്റിസ്ഫാക്ഷന്റെ ആബ്സെൻസ് ആണ് എന്താകുന്നത്, സാറ്റിസ്ഫാക്ഷൻ ആകുന്നത്. ഓർത്ത് വെച്ചോണം, ആര് പറഞ്ഞതാണിത്, ഹേഴ്സ്ബർഗ് പറഞ്ഞതാണ്. ഹേഴ്സ്ബർഗ് പറയുന്ന അനുസരിച്ച് എങ്ങനെയാണ്, ആബ്സെൻസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്, ദ ആബ്സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത സാഹചര്യത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സാധനം ഉണ്ടെങ്കിലേ എന്തവിടെ ഉണ്ട്, ഡിസാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഡിസാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ ആ ഒരു റിലേഷൻ ഓർത്ത് വെക്കണം. ഇവിടെ എന്താണ്, ആബ്സെൻസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സാറ്റിസ്ഫാക്ഷൻ ആണ്, ആബ്സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. ഇനി നമുക്ക് അതിന്റെ ഒരു ഹൈജീൻ ഫാക്ടേഴ്സ്, അതായത് മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്നും എന്താണ് എക്സ്ട്രൻസിക് ഫാക്ടേഴ്സ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒന്നാണ് 2 ഫാക്ടേഴ്സിലെ ഏത് ഫാക്ടർ എന്ന് പറയുന്നത്, ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഹൈജീൻ ഫാക്ടറിന്റെ മറ്റു 2 പേരുകളാണ്, ഓർത്ത് വെച്ചോണം, മെയിൻ്റനൻസ് ഫാക്ടർ എന്നും അതുപോലെ തന്നെ എന്താണ് എക്സ്ട്രൻസിക് ഫാക്ടർ എന്നും ഒക്കെ അറിയപ്പെടാറുണ്ട്. ദീസ് ഡു നോട്ട് മോട്ടീവ് എംപ്ലോയീസ്, ഇത് എന്ത് ചെയ്യുന്നില്ല, do not motivate employees but can be cause dissatisfaction is absent. ഇത് എന്ത് ചെയ്യുന്നില്ല എന്ന് ഓർത്ത് വെച്ചാണ്, ഈ ഹൈജീൻ ഫാക്ടേഴ്സ് അതായത് എംപ്ലോയീസിനെ അല്ലെ വർക്കേഴ്സിനെ ഒന്നും മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ അവിടെ എന്ത് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഡിസാറ്റിസ്ഫാക്ഷൻ ഒഴിവാക്കുന്നുണ്ട്. കറക്റ്റായിട്ട് മനസ്സിലാക്കി പൊക്കോണം മക്കളെ. അതായത് നമ്മളുടെ ഏതാണ് ഈ ഒരു ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്നത്, ദേ ഡു നോട്ട് മോട്ടീവ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് കോസസ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ ഇഫ് ആബ്സെന്റ്. ഇതിന്റെ ഒരു ഫലമായിട്ട് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യും, ഇല്ലാതാകും. ഏതില്, ആ ഒരു ജോബിൽ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത്തരത്തിലുള്ള ഏതാ, കമ്പനിയുടെ പോളിസീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, സാലറീസ് ആൻഡ് ബെനിഫിറ്റ്സ്, ജോബ് സെക്യൂരിറ്റീസ്, ഇന്റർപേഴ്സണൽ റിലേഷൻസ് വിത്ത് സൂപ്പർവൈസർ, വർക്കിംഗ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ എന്താണ് സൂപ്പർവിഷൻ ക്വാളിറ്റീസ്, പേഴ്സണൽ ലൈഫ്, വർക്ക് ലൈഫ് ബാലൻസ്. അതായത് ഇവിടെ പ്രസൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്, ആബ്സെൻസ് എന്ന് പറയുന്നത് ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഫാക്ടേഴ്സ് ഒന്ന് ഓർത്ത് വെച്ചാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാക്ടേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഹൈജീൻ ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ല, ബിക്കോസ് അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ ഒഴിവാക്കുന്ന ഫാക്ടേഴ്സ് ആണ് എന്ന് പറയുന്ന ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ഏതാണ്, അതായത് കമ്പനിയുടെ പോളിസീസ്, അഡ്മിനിസ്ട്രേഷൻ, സാലറീസ്, ബെനിഫിറ്റ്സ്, ജോബ് സെക്യൂരിറ്റീസ്, ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വർക്കിംഗ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ എന്താണ് സൂപ്പർവിഷൻ ക്വാളിറ്റി. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്നത്, ഈ ഹൈജീൻ ഫാക്ടേഴ്സിൽ വരുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം മോട്ടിവേഷണൽ ഫാക്ടേഴ്സിനെ ഇൻട്രൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയാറുണ്ട്. അതായത് ദീസ് ലീഡ്സ് ടു പോസിറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എസെൻഷ്യൽ ഫോർ മോട്ടിവേഷൻ. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷനും കൊടുക്കുന്നുണ്ട്, അതായത് മോട്ടിവേഷൻസ് പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ളതാണ് ഏതെന്ന് പറയുന്നത്, നമ്മളുടെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷണൽ ഫാക്ടേഴ്സിനകത്ത് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം, അച്ചീവ്മെന്റ് ഉണ്ട്, റെക്കഗ്നിഷൻ ഉണ്ട്, വർക്ക് ഇറ്റ് സെൽഫ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അഡ്വാൻസ്മെന്റ് ഉണ്ട്,
ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഗ്രോത്ത് ഉണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആരിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ഇൻട്രൻസിക് ഫാക്ടേഴ്സ് ഓഫ് ടു ഫാക്ടർ തിയറി. ടു ഫാക്ടർ തിയറിയിൽ ഇൻട്രൻസിക് ഫാക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടത് ഏത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് കാണാതെ തന്നെ പഠിച്ച് വെച്ചോണം. ഇവിടെ പ്രസന്റ് ആകുന്ന എന്താണ്, സാറ്റിസ്ഫാക്ഷനും മോട്ടിവേഷനും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ആബ്സെൻസ് ആകുന്നത് ഡിസാറ്റിസ്ഫാക്ഷന്റെ ആബ്സെൻസ് ആണ് എവിടെ ഉണ്ടാകുന്നത്, ഈ ഒരു മോട്ടിവേഷണൽ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്ക് നോക്കാം. വന്ന ക്വസ്റ്റ്യനുകളാണ്. അക്കോർഡിംഗ് ടു എന്താണ് ഹെർസ്ബർഗ്സ് മോട്ടിവേഷൻ ഹൈജീൻ തിയറി, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. താഴെ തന്നേക്കുന്നതിൽ ഏതാണ് മോട്ടിവേഷണൽ ഫാക്ടർ? ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണോ, സാലറി ആണോ, റെക്കഗ്നീഷൻ ആണോ, വർക്കിംഗ് കണ്ടീഷൻ ആണോ? ഏതായിരിക്കും? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ്, റെക്കഗ്നീഷൻ ആണ് അല്ലെ. ബാക്കിയെല്ലാം എന്താണ്? hygiene factors alle. Recognition is the intrinsic factors that promote the job satisfaction, and job security, salary and working conditions are the hygiene factors. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജോബ് സെക്യൂരിറ്റി ആൻഡ് സാലറി ആർ കൺസിഡേർഡ് ഹൈജീൻ ഫാക്ടേഴ്സ് ഇൻ ഹെർസ്ബർഗ്സ് തിയറി. അതായത് ജോബ് സെക്യൂരിറ്റിയും സാലറിയും ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഹൈജീൻ ഫാക്ടർ ആയിട്ടാണ്. ആൻഡ് ദർ പ്രസൻസ് റിസൾട്ട് ഹൈ മോട്ടിവേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് ദ എംപ്ലോയീസ്. അപ്പൊ അതിന്റെ ഒരു പ്രസൻസ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്ന ഹൈ മോട്ടിവേഷനും സാറ്റിസ്ഫാക്ഷനും എംപ്ലോയീസിൽ ക്രിയേറ്റ് ചെയ്യിക്കും എന്നാണ് സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിരിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നിങ്ങൾ പറഞ്ഞ ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഫോൾസ് ആണ്. സാലറി ആൻഡ് ജോബ് സെക്യൂരിറ്റീസ് ആർ ദ ഹൈജീൻ ഫാക്ടേഴ്സ്. ദ പ്രസൻസ് പ്രിവെന്റ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്, ഡസ് നോട്ട് ക്രിയേറ്റ് ദ ഹൈ മോട്ടിവേഷൻ എന്നുള്ളതല്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, അത് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കിയാൽ ആൻസർ ചെയ്യാം. അപ്പൊ നമ്മുടെ CC-യിൽ നെറ്റ് കൊമേഴ്സ്, നെറ്റ് മാനേജ്മെന്റ് എന്നീ സബ്ജക്റ്റുകൾക്കൊക്കെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മളുടെ പുതിയ ക്രാഷ് ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി സിലബസ് എല്ലാം മുന്നിൽ കണ്ട് നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആണ്. PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമാണോ, നെറ്റ് കൊമേഴ്സ് അല്ലെങ്കിൽ നെറ്റ് മാനേജ്മെന്റ് എക്സാമുകൾ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം CC-യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് താഴെ അതിന് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലും ജോയിൻ ആകുക. നമ്മുടെ അപ്ഡേറ്റ്സ് എല്ലാം അതിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ഈ ഒരു പുതിയ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഫോളോവിങ് കോമ്പിനേഷൻ കറക്റ്റ്ലി റെപ്രസെന്റ് ദ എന്താണ് ഹെർസ്ബർഗ്സ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്? സാലറി, ജോബ് സെക്യൂരിറ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻ, കമ്പനി പോളിസി, റെക്കഗ്നിഷൻ, വർക്കിംഗ് കണ്ടീഷൻ, റെസ്പോൺസിബിലിറ്റീസ്, അച്ചീവ്മെന്റ്, ഗ്രോത്ത്, ടെക്നിക്കൽ സൂപ്പർവിഷൻ, വർക്ക് ലൈഫ് ബാലൻസ്, അഡ്വാൻസ്മെന്റ്. ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് മോട്ടിവേഷൻ, ഏതൊക്കെയാണ് റെപ്രസെന്റ് ദ ഹെർസ്ബർഗ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്? വളരെ സിമ്പിൾ ആണ്, സി ആണ്. റെസ്പോൺസിബിലിറ്റീസ്, അച്ചീവ്മെന്റ്, ഗ്രോത്ത്. മക്കളെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പം എ കമ്പനി ഇൻക്രീസസ് ദ ഒരു കേസ് വന്നേക്കാണ്. എ കമ്പനി ഇൻക്രീസസ് ദ എംപ്ലോയീസ് സാലറീസ് ആൻഡ് ഇംപ്രൂവ് ദ വർക്കിംഗ് കണ്ടീഷൻ. സാലറീസ് ഇൻക്രീസ് ചെയ്തു, വർക്കിംഗ് കണ്ടീഷൻ ബെറ്റർ ആക്കി. ബട്ട് ദ എംപ്ലോയീസ് മോട്ടിവേഷൻ റിമൈൻ ലോ. എന്നിട്ടും എംപ്ലോയീസിന്റെ മോട്ടിവേഷൻ വളരെയധികം കുറവാണ്. മാനേജ്മെന്റ് ദെൻ ഇംപ്ലൈസ് എ ന്യൂ റിവാർഡ് സിസ്റ്റം റെക്കഗ്നൈസിംഗ് ദ ടോപ്പ് പെർഫോമർ. അന്നേരം മാനേജ്മെന്റ് എന്ത് ചെയ്തു? ടോപ്പ് പെർഫോമേഴ്സിന് ഒരു റിവാർഡ്സ് കൊടുക്കുന്ന സിസ്റ്റം കൊണ്ടുവന്നു. and give the more decision making authority to team. അതോറിറ്റി ഡിസിഷൻ മേക്കിംഗ് ടീം എന്ത് ചെയ്തു? ഒരു റിവാർഡ് സിസ്റ്റം കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കേസ് ആണ് തന്നേക്കുന്നത്. എന്നൊരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ ഇൻ ദ ടേംസ് ഓഫ് എന്താണ് ഹെർസ്ബർഗ്സ് തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്? ഓൺലി ദ ഹൈജീൻ ഫാക്ടേഴ്സ് വെയർ ഇംപ്രൂവ്ഡ് ഇനീഷ്യലി വിച്ച് റെഡ്യൂസസ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ ബട്ട് ഡസ് നോട്ട് മോട്ടിവേറ്റ്, ആൻഡ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് വെയർ റെഡ്യൂസ്ഡ് കോസ്ഡ് ബൈ ദ എംപ്ലോയീസ് ഡിസാറ്റിസ്ഫാക്ഷൻ.
hygiene factors always leads to the motivation if enough there is no connection between the motivation and hygiene factor. മക്കളെ ഇത് വളരെ എന്താണ് ഒരു കേസ് സ്റ്റഡി തന്നിട്ട് ഒരു ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് ആൻസർ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ കൃത്യമായി ക്വസ്റ്റ്യൻ മനസ്സിലായ വളരെ ഈസി ആയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഈ ഒരു കേസ് സ്റ്റഡി മെത്തേഡിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഏത് ആൻസർ വരുന്നത്? ഏതായിരിക്കും ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. only the hygiene factors were improved initially അവർ എന്ത് മാത്രമാണ് ഹൈജീൻ ഫാക്ടേഴ്സ് മാത്രമായിരുന്നു ഇംപ്രൂവ് ചെയ്തത്. അത് എന്താണ്? ആൾക്കാരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കുമെന്നേ ഉള്ളൂ, എന്ത് കൂട്ടുന്നില്ല, മോട്ടിവേഷൻ കൂട്ടുന്നില്ല. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആസ് പെർ ദ ഹേഴ്സ്ബർഗ് 2-factor തിയറി. ഹേഴ്സ്ബർഗിന്റെ 2-factor തിയറി അനുസരിച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൈജീൻ ഫാക്ടേഴ്സ് ക്യാൻ ഓൺലി പ്രിവെന്റ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ. ഹൈജീൻ ഫാക്ടേഴ്സ് ഓൺലി പ്രിവെന്റ് ചെയ്യുന്നുള്ളൂ ഡിസാറ്റിസ്ഫാക്ഷനെ, നോട്ട് ക്രിയേറ്റ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആർ എക്സ്റ്റൻസിക് ഇൻ നേച്ചർ. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റൻസിക് ഇൻ നേച്ചർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. റെക്കഗ്നിഷൻ ആൻഡ് അഡ്വാൻസ്മെന്റ്സ് ആർ ദ കീ മോട്ടിവേറ്റേഴ്സ്. റെക്കഗ്നിഷനും അഡ്വാൻസ്മെന്റും മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ആണ്, അല്ലെ മോട്ടിവേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹൈജീൻ തിയറി ഈസ് ഓൾസോ നോൺ ആസ് 2-factor തിയറി. മക്കളെ ഏതൊക്കെ കറക്റ്റ് ആണ്? നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയല്ല എല്ലാം കിടക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഒരു ഏരിയ അറിയാമെങ്കിൽ. ഏതൊക്കെയാണ് മക്കളെ ആൻസർ വരുന്നത്? ആൻസർ ഏതാണ് വരുന്നത്? ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയാണ്. 1, 3, 4 2 ശരിയാണോ? ദ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എക്സ്ട്രൻസിക് ആണോ ഇൻട്രൻസിക് ആണ്? അല്ലെ 1, 3, 4 ആണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അടുത്ത ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Herzberg hygiene factors are essential for preventing the dissatisfaction but are not sufficient to creating satisfaction. അതായത് ഹേഴ്സ്ബർഗിന്റെ ഹൈജീൻ ഫാക്ടർ എസെൻഷ്യൽ ആണ് ഫോർ പ്രിവെന്റിംഗ് ഡിസാറ്റിസ്ഫാക്ഷൻ. ഡിസാറ്റിസ്ഫാക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഹേഴ്സ്ബർഗിന്റെ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല? സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇനി എന്താണ് റീസൺ പറഞ്ഞേക്കാണ്? ഹൈജീൻ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഇൻട്രൻസിക് ജോബ് എലമെന്റ്സ്. ഹൈജീൻ ഫാക്ടേഴ്സിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻട്രൻസിക് ആയിട്ടുള്ള ജോബ് എലമെന്റ്സ് ആണ്, ലൈക്ക് റെസ്പോൺസിബിലിറ്റീസ്, അച്ചീവ്മെന്റ് ഒക്കെയാണ്. ആണോ? അതൊക്കെ എക്സ്ട്രൻസിക് അല്ലേ, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ്. റീസൺ തെറ്റാണ്. അസേർഷൻ എന്താണ്? ട്രൂ ആണ്. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. അല്ലെ എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. മക്കളെ നമ്മളുടെ എന്താണ് നമ്മൾ ജൂൺ 2025 നെറ്റ് JRFോട് കൂടി നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വിക്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ചിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബാച്ചാണ്. ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് JRF നേടിയെടുക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മാക്സിമം ഫോക്കസ് ചെയ്യാൻ നിങ്ങളൊരു നെറ്റ് JRFോട് കൂടിയൊക്കെ തന്നെ ക്വാളിഫൈ ചെയ്യാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഒരു പർട്ടിക്കുലർ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം MCQസുകൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. അതുപോലെ ഒരു പർട്ടിക്കുലർ ഏരിയ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുത്തു തരണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെയുണ്ട്, അതിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ പുതിയ ബാച്ചുകളുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് A to Z കാര്യങ്ങളും അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നെറ്റ് JRFോട് കൂടിയൊക്കെ നേടിയെടുക്കാനായിട്ട് അത് സഹായിക്കുന്നതാണ്. അപ്പം എനിവേ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റ് വീഡിയോസ് കാണാനായിട്ടും ശ്രമിക്കുക. ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ഇറ്റ്സ് മീ വിഷ്ണു.